നമസ്കാരം. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ നിർണായക മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് ഇറാൻ. അതായത് പരമോന്നത നേതാവ് മൊയ്സഫ് ഖമേനിയാണ് ഈ രാജ്യത്തിന്റെ പുതിയ നീക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ ഇറാൻ പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നും രാജ്യത്തെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്നും ഔദ്യോഗികമായി മാധ്യമങ്ങളുടെ മൊയ്സഫ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംഘർഷങ്ങളിൽ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം തേടണമെന്നും അതായത് വ്യക്തമായി തങ്ങളുടെ നിലപാട് ഇതാണ് എന്നത് മൊയ്സഫ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ നയതന്ത്രത്തിലെ നിർണായകമായ ഒരു പുതിയ അധ്യായമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും രക്തസാക്ഷികളായവർക്കും ഓരോ തുള്ളിച്ചോരയ്ക്കും പകരമായി നഷ്ടപരിഹാരം ഈടാക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് തന്റെ പിതാവുമായ ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. രാജ്യം ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന വ്യക്തമായ നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എങ്കിലും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോഴും ഒരു വെല്ലുവിളിയായി നേരിടുകയാണ്. രണ്ടാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലായി എങ്കിലും ലെബനിലെ സംഘർഷം ഇതിനെ പ്രതിസന്ധിയിലാക്കി തീർത്തിട്ടുണ്ട്. വെടിനിർത്തൽ വ്യവസ്ഥകൾ അനുസരിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രതിദിനം 15 കപ്പലുകളെ മാത്രമേ കടന്നുപോകാൻ അനുവദിക്കൂ എന്നതാണ് ഇറാന്റെ നിലപാട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര എണ്ണക്കടത്ത് സുരക്ഷിതമാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടൻ സജീവമായി ഇടപെടണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള എണ്ണ പ്രവാഹം തടസ്സപ്പെടുകയും വില കുത്തനെ ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ വെറും പിന്തുണ പ്രഖ്യാപനങ്ങൾ കൊണ്ട് അതായത് അങ്ങനെ വെറുതെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധം അവസാനിച്ചാൽ ഉടൻ തന്നെ ഈ മേഖലയിൽ സുരക്ഷിതമായ ഒരു നാവിഗേഷൻ നടപടികൾ സ്വീകരിക്കുമെന്നും ദിവസങ്ങൾക്കുള്ളിൽ വിശദീകരിക്കാൻ ട്രംപ് യൂറോപ്യൻ സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായും വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ട്രംപ് തന്റെ കർക്കശമായ നിലപാട് വ്യക്തമായത്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ 1/5 ഭാഗവും കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്ക് തുറന്നു പ്രവർത്തിപ്പിക്കാൻ 40-ലധികം രാജ്യങ്ങളുടെ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് എങ്കിലും അതായത് ഇതിനൊരു വേണ്ടിയിട്ട് ഒരു കൃത്യമായ കർമ്മ പദ്ധതി വേണം എന്നതാണ് അമേരിക്കയുടെ നിലപാട്. 14 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ലെബനിലെ ആക്രമണങ്ങളിൽ തുടരുന്ന ആക്രമണങ്ങളിലെ കരാർ ലംഘനമാണ് എന്നാണ് ഇറാന്റെ ആരോപണം. ഈ മേഖലയിൽ അതുകൊണ്ട് തന്നെയാണ് അനിശ്ചിതത്വം സ്വാഭാവികമായി വർദ്ധിക്കുന്നുണ്ട്. അതേസമയം സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളും തിരക്കിട്ട് നടക്കുന്നുണ്ട്. സ്ഥിരമായ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തുന്നതായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഏപ്രിൽ 11-ന് പാകിസ്ഥാനിലെത്തും. ഈ ചർച്ചകൾ വിജയിച്ചാൽ മാത്രമേ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്കു നീക്കം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുവാനും ആഗോള എണ്ണ വിപണിയിലെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുവാനും സാധിക്കൂ എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്.